പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം നമ്മൾ തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ തുടർച്ച എന്നവണ്ണം ഇന്നും നമ്മൾ ചിന്തിക്കുന്നു. ഒരു നല്ല ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം, ആ ആഗ്രഹത്തെ സഫലമാക്കാതിരിക്കാൻ പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടൊരു മനുഷ്യൻ ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് അടുക്കുന്നു. ആമേൻ. 19-ാം അധ്യായത്തിൽ തുടങ്ങി 27-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരിക. 27-ാം അധ്യായം എന്ന് പറയുന്നത് പൗലോസിൻ്റെ ഒരു കപ്പൽ യാത്രയാണ്. പൗലോസ് പലയിടത്ത് പറയുന്നുണ്ട് അല്ലേ, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, പൈതാഹം, പട്ടിണി, ഉറക്കളപ്പ്, ഇതെല്ലാം ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അധ്യായങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതിന് മുന്നുള്ള അധ്യായങ്ങൾ, 27-ാം അധ്യായത്തിന് മുന്നുള്ള അധ്യായങ്ങൾ, ഫെലിക്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഫെസ്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഇതെല്ലാം കാരാഗ്രഹങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അഗ്രിപ്പ പറയുന്നുണ്ട്, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാകാൻ നിർബന്ധിക്കുന്നുണ്ടെന്ന്. അയ്യോ, ഒരു കൂസലുമില്ലാതെ അഗ്രിപ്പാവിനോട് പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഈ ചങ്ങല ഒഴികെ ഇവിടെ നിൽക്കുന്നതിലെല്ലാവരും എന്നെ പോലെ ആകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് അവനങ്ങനെ പറഞ്ഞേ? അവനറിയാം. നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് ചിന്തിച്ച മീകായാവിൻ്റെ ആ വിഷയത്തിൽ അവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ തല പോകത്തില്ല. എന്നെ ഏൽപ്പിച്ച മിനിസ്ട്രി തീരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് ഉറപ്പുള്ള പൗലോസ് അഗ്രിപ്പാവിനോട് ഒരു പറയാ, സുവിശേഷകനായിക്കോളാം, ക്രിസ്ത്യാനി ആയിക്കോളാം. കണ്ടോ, വീണ്ടും അവിടുന്ന് അടുത്ത യാത്ര എങ്ങോട്ടാ? റോമയിലേക്കുള്ള ഇറ്റലിയിലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റ് ചില തടവുകാരെയും ഔഗുസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പലിൽ കയറി. തെസ്സലോനിക്കയിൽ നിന്നുള്ള മക്കതോനിക്കാരനായ അരിസ്തർഗോസ് ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ യാത്ര കഴിഞ്ഞിട്ട് ശുഭ തുറമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തി. അവിടെ വളരെ നാൾ ഇങ്ങനെ പാർത്തു. പൗലോസ് അന്നേരം ഒരു ദൈവശബ്ദം അവിടെ കൂടിയിരിക്കുന്നവരോട് പറയുക, എന്താ, ഈ യാത്ര ഇപ്പം തുടങ്ങരുത്. കുറേ നാളായിട്ട് നമ്മളിവിടെ പാർക്കുന്നുണ്ട്, ശരിയാ, പക്ഷെ ഇപ്പോൾ ഈ യാത്ര ആരംഭിച്ചാൽ നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? നാശനഷ്ടങ്ങൾ. കപ്പലിന് മാത്രമല്ല, പ്രാണങ്ങൾക്ക് പോലും ഏറിയ നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കണ്ടോ, പൗലോസ് പറയാം. പക്ഷേ നോക്കിയേ, ജഡത്തെ അനുസരിക്കുന്നവർ ദൈവശബ്ദം കേൾക്കൂ. ലോകപ്രകാരം നടക്കുന്നവർക്ക് ദൈവശബ്ദം എന്തോ വെറും പോഷത്വമാണ്. പക്ഷെ അവർ കൊടുക്കേണ്ട വില എത്ര വലുതായിരുന്നറിയാവും. 276 പേര് മൊത്തം ആ കപ്പലിനകത്തുണ്ടായിരുന്നു. പൗലോസും ഈ അരിസ്തർഗോസും എന്നൊക്കെ പറയുന്നവനൊക്കെ മാത്രമേ ഉള്ളൂ ദൈവവൈദ്യർ. ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ഈ ദൈവാലോചനെ പുച്ഛിച്ച് തള്ളിയെന്ന് മാത്രമല്ല, ശതാധിപൻ ഈ കപ്പൽ ഉടമസ്ഥനോട് ചോദിച്ചു, യാത്ര എങ്ങനെയാ? അയ്യോ, കണ്ടില്ലയോ, എല്ലാം ശാന്തമായിട്ടിരിക്കുക. പ്രിയ ദൈവത്തിലെ, ചില ശാന്തമായിരിക്കുന്നത് കണ്ട് നീ ദൈവശബ്ദത്തെ നിരാകരിച്ചു പോയാൽ കിട്ടുന്ന അടി ഭയങ്കരമായിരിക്കും കേട്ടോ. പിന്നെ ഒരു സീസൺ ആരംഭിക്കണമെങ്കിൽ ദൈവം കനിയണം. ഭയങ്കരമാണ്. ദൈവപ്രസാദം കിട്ടുന്ന, ദൈവ മഹത്വം ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിന്നീട് ഉണ്ടായാലേ ആ സീസൺ തിരിഞ്ഞു വരത്തുള്ളൂ. ഇവിടെ നോക്കിയേ, ദൈവാലോചന പൗലോസ് പറയാം, കപ്പലിന് നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, പ്രാണനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പുച്ഛിച്ച് തള്ളി. മുമ്പോട്ട് പോകുമ്പോൾ എന്തോ സംഭവിച്ചതെന്നറിയാമോ? വെറും തെക്കൻ കാറ്റ് മന്ദമായിട്ട് ഊതി. പൗലോസിൻ്റെ മുഖത്ത് നോക്കി എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. കണ്ടടാ, നീ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം കണ്ട നല്ല രീതി അങ്ങോട്ട് പോകുന്ന കണ്ടോ. പക്ഷെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ പൗലോസ് പറഞ്ഞ ദൂതിനകത്തെ ഈശാനമൂലം വെളിപ്പെട്ടു. എന്നുവെച്ചാൽ തെക്ക് കിഴക്കൻ കാറ്റ്, അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ, കുറച്ചങ്ങോട്ടും പോകും, കുറച്ചിങ്ങോട്ടും വരും. പറ്റുന്നില്ല, കൈ വിട്ടുപോയി. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. 14 ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രന്മാരെ കാണാം. കണ്ടോ, ഇത് പൗലോസിനെ ബാധിക്കുന്നുണ്ട്. എന്തുവാ? റോമയിലെത്തിക്കത്തില്ലെന്ന് ബാധിക്കുന്ന വൈശാഖശക്തി. കണ്ടോ, പൗലോസിനെ ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷേ ദൈവം കൂടെ ഇരിക്കുന്നതാണ്. ആ പ്രതിസന്ധിയുടെ നിലയിലും പൗലോസ് കുലുങ്ങിയില്ല. ബാക്കി എല്ലാവരും പേടിച്ച് രക്ഷപ്പെടുമെന്നുള്ളൊക്കെ ആശയം. 14 ദിനരാത്രമായി സൂര്യനെ കണ്ടിട്ട്. കാരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവർക്ക് അറിയുന്നില്ല. ചന്ദ്രനെ കണ്ട് രാത്രിയും പകലും അറിയാൻ പറ്റുന്നില്ല. ആ രീതി കാര്യങ്ങൾ മാറി. നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കപ്പലൊന്നുമല്ല, വലിയ ബോട്ടൊന്നും ഘടിപ്പിച്ചതൊന്നുമല്ല, ഈ പായ്ക്കപ്പലാണ്. കാറ്റിനനുസരിച്ചാണ് പോകുന്നത്. അങ്ങനെ ആയാൽ സൂര്യൻ കണ്ടില്ലെങ്കിലും ചന്ദ്രനെ കണ്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്നേ. രക്ഷപ്പെടത്തില്ല, തീർന്നു, ഈ വെള്ളത്തിൽ തീർന്നു. 275 പേര് പറയാം. പക്ഷേ
175 പേരല്ല, അരിസ്തർഹോസൊക്കെ ഇവൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പൗലോസ് അവിടെ പ്രാർത്ഥിക്കാനിരുന്നു, മുട്ടുകുത്തി. സ്വർഗമേ, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞു, അതിനൊരു വാഗ്ദത്തമായിട്ട് നീ എനിക്ക് തന്നു. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയാതെ വണ്ണം ആണ്ട് ഈ കപ്പൽ ഇതാ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുക. ഇവർ പറയുന്ന പോലെ നശിച്ചു പോകുമോ? ഹല്ലേലൂയ. ഞാനിവർ പറയുന്നതിൻ്റെ വിട്ട് തകർന്നു പോകുമോ? ദൈവം പറയാ, ഇല്ല പൗലോസേ, ഇല്ല, ഞാൻ നിന്നെ കൈസയുടെ മുമ്പിൽ നിർത്തും. ഇല്ല, വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാ. നിന്നെ ഞാൻ റോമയിൽ കൈസയുടെ മുമ്പിൽ കൊണ്ട് നിർത്താൻ പോവാ. ഇത് ഞാൻ നിനക്ക് നന്മയ്ക്കായിട്ട് തീർക്കാൻ പോവാ. അവരൊക്കെ ഇനി നീ പറയുന്ന ദൈവാലോചന അനുസരിക്കത്തക്ക വിധത്തിൽ ഈ കപ്പൽ അവരനുസരിക്കാത്തതുകൊണ്ട് നീ പറഞ്ഞൊരു ദൂതില്ലയോ, നിങ്ങൾക്ക് കപ്പലിന് മാത്രമല്ല പ്രാണങ്ങൾ കൂടെ നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്ന നീ പറഞ്ഞില്ലേ ഒരു ദൂത്, അത് നിറവേറ്റാൻ ഞാൻ പോവുക. പക്ഷേ അവരുടെ പ്രാണനെ ഞാൻ തിരിച്ചു തരും കേട്ടോ. കാരണം എനിക്ക് അവരെയും കൂടെ ആവശ്യമുണ്ട്. ആമേൻ, നിന്നോടൊപ്പം എനിക്ക് അവരെയും കൂടെ ആവശ്യമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഈ ദൂതം ഏറ്റെടുക്കാമോ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില ദൈവപ്രവൃത്തിയെ സംഭവിക്കാൻ പോവാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇടപെട്ട ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.